പൊന്മേരി ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മെയ് 10 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പൊന്മേരി ശിവക്ഷേത്രത്തിൽ ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമം നടക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇതേപോലെ ഒരു മഹാമൃത്യുഞ്ജയ ഹോമം ക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രത്തിൽ വഴിപാടായി മൃത്യുഞ്ജയ ഹോമം ഉണ്ടെങ്കിൽ കൂടി ഒരു ദിവസം ഒരു ഭക്തന് മാത്രമേ ആ വഴിപാടിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ. ബുക്ക് ചെയ്താൽ തന്നെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് 2-3 വർഷം കൂടുമ്പോൾ നൂറുകണക്കിന് ഭക്തജനങ്ങളെ ഒന്നിച്ചിരുത്തി വലിയ രീതിയിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. പൊന്മേരി ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമത്തിന് മറ്റു പല പ്രത്യേകതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ 2 വർഷവും 3 വർഷവും കൂടുമ്പോൾ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. ഈ വരുന്ന ഞായറാഴ്ച 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് രാവിലെ 9 മണിക്ക് മൃത്യുഞ്ജയ ഹോമം അവസാനിക്കും. ഏറാഞ്ചേരി ഇല്ലം ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മൃത്യുഞ്ജയ ഹോമം നടക്കുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മേരി ശിവക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദേവൻ പരമശിവനാണ്, മഹാദേവനാണ്. മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് തന്നെ പറയാവുന്ന ഒരു പൂജയാണ് മൃത്യുഞ്ജയ ഹോമം. പരമശിവൻ മാർക്കണ്ഡേയനെ കാലനിൽ നിന്ന് രക്ഷിച്ച ഒരു കഥയാണ് ശരിക്കും ഈ ഒരു പൂജയ്ക്ക്, ഈ ഒരു വഴിപാടിന് ആധാരം എന്ന് പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഹോമത്തിൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത് രോഗശാന്തി, ഭയമുക്തി, ദീർഘായുസ്, അങ്ങനെ ഒട്ടനവധി ഫലസിദ്ധികളുള്ള ഒരു പൂജ. കഴിഞ്ഞ 3 വർഷം മുമ്പേ നടത്തിയത് വലിയ സ്വീകാര്യത, ഭക്തജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ഈ പൂജയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഭക്തജനങ്ങൾ വഴിപാട് നേരത്തെ തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്, പങ്കാളികൾ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും ഇപ്പോൾ അന്നേ ദിവസം വരെ ഒരു നിശ്ചിത സമയമുണ്ടല്ലോ, ആ സമയത്തിന് തൊട്ടൊരു 1 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് ഈ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കുചേരാൻ പറ്റുന്നതാണ്. ത്രിമൂർത്തി സംഗമ ഭൂമിയാണ് ശ്രീ പൊന്മേരി ശിവക്ഷേത്രം. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പൊന്മേരി ശിവക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രഹ്മാവിന് 2 പ്രതിഷ്ഠ മാത്രമേ നമ്മളെ അറിവിലുള്ളൂ. അതൊന്ന് പൊന്മേരി ശിവക്ഷേത്രത്തിലാണ്, അത് 2 തിരുനാവായ ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ പ്രത്യക്ഷ വിഷ്ണുവായി കണക്കാക്കുന്ന ആദിത്യന് ക്ഷേത്രമുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പൊന്മേരി ശിവക്ഷേത്രം. ആദിത്യൻ്റെ ക്ഷേത്രം 30 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ നവീകരണം നടക്കുകയാണ്. ആയതിൻ്റെ ഉത്തരം വെപ്പ് കർമ്മം കൂടി ഈ 10-ാം തീയതി 8:40-നും 9:40-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടക്കുകയാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.